ചെറിയൊരു ചേഞ്ച് ഇൻ ട്രെൻഡ് വരുന്നുണ്ട്. ആ ചേഞ്ച് ഇൻ ട്രെൻഡിൽ ഒന്നാണ് യൂറോപ്പ്. ഈ യൂറോപ്പിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പോകുന്ന സ്ഥലം നോക്കിയേ, ജർമ്മനിയാണ്. ഫ്രാൻസ്, നെതർലാൻഡ്സ്, ഇറ്റലി, സ്വീഡൻ ഒക്കെ ഉണ്ട് എങ്കിൽ തന്നെ മറ്റേടത്തൊക്കെ അത് കുറഞ്ഞു വരുമ്പോൾ ജർമ്മനിയിൽ സ്റ്റീപ്പായിട്ട് കൂടുകയാണ്. ഇവിടുത്തെ ഏജൻസികളൊക്കെ വാരി വെട്ടി പിള്ളേരെ അങ്ങോട്ട് കൊണ്ടുപോകാൻ -20, -30, -40 ജീവിക്കാൻ റെഡിയായി നമ്മൾ പോളാർ ബിയറായി പോകുമ്പോൾ അതിൻ്റെ ഇമ്മ്യൂണിറ്റി ഇല്ല എങ്കിൽ അതും പ്രശ്നമാണ്. അല്ലെ ആ സൗകര്യങ്ങൾ വേണം. അത്ര തണുപ്പടിക്കാതിരിക്കാൻ വീട്ടിൽ ഹീറ്റർ, കറണ്ട് ബില്ല് കൊടുക്കാൻ റെഡി ആയിരിക്കണം, ഗ്യാസ് ബില്ല് കൊടുക്കാൻ റെഡി ആയിരിക്കണം, വെളിയിൽ ഇറങ്ങുമ്പോൾ ഒരു കാറ്, അതിൽ ഹീറ്റർ. അല്ലാതെ വരുന്നവർക്ക് നമ്മൾ ഇറങ്ങി ബസ് സ്റ്റാൻഡിൽ എത്തണമെങ്കിൽ ഐസിൽ നീന്തി പോകണം. ഒരു 3 മാസത്തെ അവസ്ഥയാണ്. അത് കഴിഞ്ഞ് ബസ് ഇറങ്ങുന്നിടത്തും തലകുത്തി വീഴണം. കേട്ടിട്ടുള്ള സ്റ്റോറീസിൽ വാട്ടർ ലീക്ക് വന്നാൽ മാക്സിമം അപ്പം തന്നെ അത് ഡിലേ ചെയ്യാതെ ഓക്സിജൻ ലെവൽ കുറയുന്നതിന് മുമ്പ് തന്നെ കുട്ടിയെ അവർ വെളിയിലെടുക്കും. ഒരു ജീവന്റെ കാര്യമാണ്, അതിനവർ കാണിക്കുന്ന അനാസ്ഥയാണിത്. ഡോക്ടേഴ്സിന്റെ കുറവ് മൂലമാണോ അതോ ഹോസ്പിറ്റലിന്റെ ഫെസിലിറ്റീസ് കുറവ് മൂലമാണോ? അയ്യോ, നമ്മുടെ പ്രശ്നമാണ്. അതായത് ഈ പറയുന്ന ആളുകളെല്ലാം കൂടെ ഇച്ചിരിയും പോപ്പുലേഷനുള്ള ഒരു രാജ്യത്തെ ഇച്ചിരിയും പോപ്പുലേഷനെ ഇൻഫ്രാസ്ട്രക്ചറേ ഉള്ളൂ അവിടെ. ഇവരെ സെർവ് ചെയ്യാനുള്ള ഇൻഫ്രാസ്ട്രക്ചറിലേക്ക് അതിൻ്റെ 10 ഇരട്ടി ആളുകൾ ഇടിച്ചു കയറി ചെന്നാൽ എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് ആ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യാനുള്ള ടൈം പോലുമില്ല. അവരെടുക്കുന്ന അത്രയും അധികം ആളുകളെയാണ് വെളിരാജ്യങ്ങളിൽ നിന്ന് അവർ ഉന്തിക്കയറ്റി അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇവരെ സെർവ് ചെയ്യാനുള്ള ഒരു സിസ്റ്റം അവിടെ ഇല്ല. അപ്പോൾ ഇത് കാരണമാകും പലരും എമർജൻസി എന്തെങ്കിലും സിക്നസ് തോന്നുന്നവരെ പെട്ടെന്ന് അവർ ഫ്ലൈറ്റ് കയറി നാട്ടിൽ വന്ന പല ചികിത്സകളും അവർ തേടുന്നതാണ്. അതെ, അവിടെ അപ്പോയിൻമെൻറ്റ് കിട്ടില്ല. നമ്മുടെ ഈ നിങ്ങൾക്ക് ന്യൂസിൽ നോക്കിയാൽ കാണാം, ഒരു ഇന്ത്യക്കാരി കുട്ടി അവിടെ ക്യാൻസർ ബാധിച്ച് നാട്ടിൽ വന്ന് മരിക്കുന്നു. അവിടെ അത് ഡയഗ്നോസ് ചെയ്യാനുള്ള അപ്പോയിൻമെൻറ്റ് കിട്ടാതെ ലേറ്റായിപ്പോയി. അത് ഫുള്ള് സ്പ്രെഡായി, തീരെ വയ്യ എന്നായപ്പോൾ നാട്ടിൽ വന്നു, ചെക്ക് ചെയ്തു, ഒരു രക്ഷയുമില്ല. അത് അവിടെ ടൈമിന് കിട്ടിയിരുന്നെങ്കിൽ, ഡയഗ്നോസ് ചെയ്തിരുന്നെങ്കിൽ ആ കുഞ്ഞ് ഇന്നും കണ്ടേനെ. റൈറ്റ്. അപ്പോൾ ഇവിടുന്ന് പോകുന്ന ഒരു കുട്ടിക്ക് അതും ഇമ്പോർട്ടൻ്റ് ആണ്. -20, -30, -40 ജീവിക്കാൻ റെഡിയായി നമ്മൾ പോളാർ ബിയറായി പോകുമ്പോൾ അതിൻ്റെ ഇമ്മ്യൂണിറ്റി ഇല്ല എങ്കിൽ അതും പ്രശ്നമാണ്. അല്ലെ ആ സൗകര്യങ്ങൾ വേണം. അത്ര തണുപ്പടിക്കാതിരിക്കാൻ വീട്ടിൽ ഹീറ്റർ, കറണ്ട് ബില്ല് കൊടുക്കാൻ റെഡി ആയിരിക്കണം, ഗ്യാസ് ബില്ല് കൊടുക്കാൻ റെഡി ആയിരിക്കണം, വെളിയിൽ ഇറങ്ങുമ്പോൾ ഒരു കാറ്, അതിൽ ഹീറ്റർ. അല്ലാതെ വരുന്നവർക്ക് നമ്മൾ ഇറങ്ങി ബസ് സ്റ്റാൻഡിൽ എത്തണമെങ്കിൽ ഐസിൽ നീന്തി പോകണം. ഒരു 3 മാസത്തെ അവസ്ഥയാണ്. അത് കഴിഞ്ഞ് ബസ് ഇറങ്ങുന്നിടത്തും തലകുത്തി വീഴണം. ഒരുപാട് പേര് വീഴുന്ന ഒരു ഇതാണ്. മഞ്ഞാകും, ഒരു രക്ഷയുമില്ല. ഇനിയും പോകുന്ന കുട്ടികളോട്, ഇവിടുന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് പോകുന്ന കുട്ടികളോട് എന്താണ് പറയാനുള്ളത്? അല്ല, ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് നമ്മൾ നേരത്തെ സംസാരിച്ചു. നമ്മൾ ഈ രാജ്യങ്ങളൊക്കെ പറഞ്ഞു ചെറിയൊരു ചേഞ്ച് ഇൻ ട്രെൻഡ് വരുന്നുണ്ട്. ആ ചേഞ്ച് ഇൻ ട്രെൻഡിൽ ഒന്നാണ് നിങ്ങളിപ്പോൾ നിങ്ങളുടെ സ്ക്രീനിൽ കാണുന്നത്, യൂറോപ്പ്. ഈ യൂറോപ്പിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പോകുന്ന സ്ഥലം നോക്കിയേ, ജർമ്മനിയാണ്. താഴെ കിടക്കുന്ന ഫ്രാൻസ്, നെതർലാൻഡ്സ്, ഇറ്റലി, സ്വീഡൻ ഒക്കെ ഉണ്ട് എങ്കിൽ തന്നെ നമ്പേഴ്സ് കമ്പാരിസൺ എന്ന് നോക്കിയേ, മറ്റേടത്തൊക്കെ അത് കുറഞ്ഞു വരുമ്പോൾ ജർമ്മനിയിൽ സ്റ്റീപ്പായിട്ട് കൂടുകയാണ്. ഇവിടുത്തെ ഏജൻസികളൊക്കെ വാരി വെട്ടി പിള്ളേരെ അങ്ങോട്ട് കൊണ്ടുപോകാം, സ്കോളർഷിപ്പ്, അത് ഇത് എന്നൊക്കെ പറഞ്ഞ്. അവിടുത്തെ അവസ്ഥ എന്താ? ഇവിടെ IT കമ്പനിയിൽ നല്ല ജോലി ഉണ്ടായിരുന്ന ഒരാൾ ഇതേപോലെ ഫ്രാൻസിൽ പോയി, ഇപ്പം നാട്ടിൽ തിരിച്ചു വന്ന് സെറ്റിലായി. പുള്ളിക്ക് ഇവിടെ അത്രയും ശമ്പളം ഉണ്ടായിരുന്നതാ, ഇവിടുന്ന് പിന്നെ കുടുംബം, വൈഫിൻ്റെ ആയിരിക്കാം, ഇത് കാരണം യൂറോപ്പിൽ പോയതാ. 2 വർഷം പോലും ആയില്ല, തിരിച്ചു വന്നു. ജർമ്മനിയിൽ പോകുന്ന ഇതിൽ കൂടുതൽ കഷ്ടമാണ്. ജർമ്മൻ ലാംഗ്വേജും പഠിക്കണമല്ലോ. അല്ല, എല്ലാ യൂണിവേഴ്സിറ്റികളും അതില്ല. ഹൈ എൻഡ് യൂണിവേഴ്സിറ്റികളൊക്കെ ഉണ്ട്. താഴോട്ട് വരുന്തോറും IELTS പോലും വേണ്ട. ബട്ട് അത് വേണ്ട എന്ന് പറഞ്ഞ് പരസ്യം ചെയ്താൽ ഇവിടുത്തെ പിള്ളേരെ പിടിക്കുന്ന. IELTS പോലും വേണ്ട, അല്ലെ IELTS ഇത്ര മാത്രം മതി. അവരുടെ സ്റ്റാൻഡേർഡ്സ് അവർ കുറയ്ക്കുമ്പോഴേ നിങ്ങൾ കൺസേൺഡ് ആയിരിക്കണം, എന്തിനാ ഞാൻ പോകുന്നതെന്നുള്ളത്. കാരണം അവിടെ പഴയ ചീഫ് ഇരുന്നപ്പോൾ, അതായത് ആംഗ്ല മേർക്കിൾ ഇരുന്ന സമയത്ത്, അവർ പല രാജ്യത്തു നിന്നും ആളുകളെ പേപ്പർ വർക്ക് പോലും ഇല്ലാതെ കൊണ്ടുവന്നേക്കുന്നത്. അപ്പം നിങ്ങളുടെ സേഫ്റ്റി തന്നെ അവിടെ ചോദ്യമാണ്. ഈയിടെ ഞങ്ങളുടെ ചർച്ചിലുണ്ടായിരുന്നു, ജർമ്മനിയിൽ ഒരു ആഫ്രിക്കക്കാരൻ കുത്തിക്കൊന്നു, ഇവിടെ കൊണ്ടുവന്ന് അടക്കി. എന്ത് തെറ്റ് ചെയ്തു? നമ്മൾ പോകുമ്പോൾ ഈ രാജ്യത്തെ എല്ലാം PCC എടുത്ത് സകല ഡോക്യുമെന്റ് വർക്കും കഴിഞ്ഞാൽ വിസ കിട്ടുന്നത്. ഇവരതൊന്നും ഇല്ലാതെ വരികയാണ്. നിങ്ങളൊന്ന് ആലോചിക്കും, നമ്മുടെ നാട്ടിൽ ഇങ്ങനെ പല രാജ്യങ്ങളിൽ നിന്നും ആൾ വരും, ഒരു ഡോക്യുമെന്റും ഇല്ല. അവരുടെ രാജ്യത്ത് ക്രിമിനലാണോ നല്ലവരാണോ നമുക്കറിയില്ല. സേഫായിട്ട് ഇറങ്ങി നടക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളുടെ അവസ്ഥയും ഏതാണ്ട് അത് തന്നെയാണ്. ഇവിടെ ടാക്സേഷൻ വല്ല കുറവ് വല്ലതും ഉണ്ടോ? അതിൽ യാതൊരു ദാക്ഷിണ്യവും എവിടെയും പ്രതീക്ഷിക്കേണ്ട. എല്ലായിടത്തും അത്രയും തന്നെ പിടിച്ചു പറയുകയാണ്. നമ്മുടെ ഗവൺമെൻറ് 2 വർഷം മുമ്പ് പറഞ്ഞു, പുറത്തോട്ട് പോകുന്ന കുട്ടികളുടെ ഒഴുക്ക് നിർത്താനുള്ള ചുവടുവെപ്പ് അവരെടുക്കുന്നു എന്ന്.
അവരുദ്ദേശിച്ചത് ഇവിടുത്തെ അല്ല, അവരുദ്ദേശിക്കുന്നത് ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം ഒരാളുടെ യാത്ര മുടക്കാൻ ഗവൺമെന്റിന് പറ്റില്ല. അതായത് ചെയ്യാൻ പറ്റിയത് ഇവിടുത്തെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക, ജീവിത നിലവാരം കൂട്ടുക എന്നുള്ളതേ പറ്റുള്ളൂ. പ്രശ്നം എന്താ, ഇവിടെ മാതാപിതാക്കളുടെ ഇടയിലും ബന്ധുക്കളുടെ ഇടയിലും വളരുമ്പോൾ കിട്ടുന്ന സ്വാതന്ത്ര്യം അല്ല വെളിയിൽ പോകുമ്പോൾ. അതൊരു പ്രധാന കാരണം. അപ്പൊ നമ്മുടെ നാട്ടിൽ നമ്മൾ ആ ഒരു കൾച്ചറിൽ നിൽക്കുന്നത് കൊണ്ട് ഇന്നത്തെ യുവതലമുറയ്ക്ക് അടിച്ചു പൊളിക്കാൻ മാത്രം ആഗ്രഹിക്കുന്നവർക്ക് അതാണ് പ്രയോറിറ്റി. റൈറ്റ്, അതാണ് പ്രയോറിറ്റി. ആ കാലഘട്ടം കഴിഞ്ഞ് അടുത്തത് എന്ത് എന്നവർ ചിന്തിക്കുന്നില്ല. ഇത് പറഞ്ഞാൽ പോലും പലർക്കും അതൊരു തമാശയാണ്. നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് ഇപ്പോൾ ഫോറിൻ യൂണിവേഴ്സിറ്റി ക്യാമ്പസ് ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി അനുമതി കൊടുത്തിട്ടുണ്ടെന്നാണ് അറിയുന്നത്. ഇതിൽ കർണാടക സ്റ്റേറ്റ് ഗവൺമെൻറ് ഓൾറെഡി അവർ ഒരു യൂണിവേഴ്സിറ്റിയുമായി ടൈപ്പായി, ഒരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി. കേരള ഗവൺമെൻറ് അതിന് യാതൊരു മുൻകൈ ഇതുവരെ എടുത്തതായിട്ട് അറിയുന്നില്ല. അത് കൊണ്ടുവരുന്നതിൽ എനിക്ക് താല്പര്യമാണ്. ഫോറിൻ യൂണിവേഴ്സിറ്റി ക്യാമ്പസ് ഇവിടെ വന്നാൽ കുട്ടികളുടെ ഒഴുക്ക് കുറച്ചൊക്കെ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റും. അല്ല, അതിനകത്ത് ഒന്നെന്ന് പറഞ്ഞാൽ അവരുടെ ഫീസ് സ്ട്രക്ചർ വിൽ ബി ഹൈ. അതായത് ഇപ്പോൾ അമേരിക്കൻ യൂണിവേഴ്സിറ്റി ദുബായ്, ബ്രിട്ടീഷ് യൂണിവേഴ്സിറ്റി ദുബായ്, ബാക്കിയുള്ള സാധാരണ ദുബായ് യൂണിവേഴ്സിറ്റിയിലേക്കാളുള്ള അവർക്ക് ഫീസ് കൂടുതലാണ്. അതേപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ സൗത്ത് കൊറിയയിൽ നമ്മൾ പഠിക്കുന്ന സമയത്തും ഈ ഹേരിയറ്റ് വാട്ടിൻ്റെയും ഒക്കെ ക്യാമ്പസുകൾ ഓഫ് ക്യാമ്പസ് അവിടെ ഉണ്ട്. ഇതിലെ ഫീസ് സ്ട്രക്ചർ വളരെ കൂടുതലാണ്. അതെപ്പോഴും ഒരു എലീറ്റ് എന്ന ആളുകളെയാണ് നോക്കുന്നത്. അപ്പോൾ എലീറ്റായിട്ടുള്ള ആളുകളെ നോക്കുമ്പോൾ വേറൊരു പ്രശ്നമുണ്ട്. അവൻ ഓൾറെഡി മുടക്കാൻ റെഡിയാണ്. എൻ്റെ മകൻ അവിടെ പോയി പഠിക്കട്ടെ, എന്തിനാ ഈ യൂണിവേഴ്സിറ്റി ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞ് ഇവിടെ പഠിക്കുന്നത്. ഇപ്പോൾ അത് കഴിഞ്ഞുള്ള ഒരു സെക്ഷന് അവിടെ നമുക്കിവിടെ ക്യാമ്പസിൽ പഠിച്ച് അവർക്ക് അല്ല, ഓഫ് ക്യാമ്പസിൽ പഠിക്കുന്നവർക്ക് ഫൈനൽ ഇയർ ക്യാമ്പസ് അല്ല ഉദ്ദേശിക്കുന്നത്, അവരുടെ അല്ല മെയിൻ ക്യാമ്പസ് അല്ല, അവരുടെ അടുത്തൊരു ക്യാമ്പസ് ഇവിടെ തുടങ്ങുകയാണ്. ഓഫ്ഷോർ ക്യാമ്പസ് ഇവിടെ തുടങ്ങാൻ അതിലവർ പഠിച്ചിട്ട് അവിടെ ചെല്ലുമ്പോൾ തേർഡ് ഇയർ അല്ലെ ഫൈനൽ ഇയർ എന്നുള്ളത് അവിടെ മെയിൻ ക്യാമ്പസിൽ പോയി പഠിക്കാമെന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഈ പോകുന്ന പിള്ളേർ തിരിച്ചു വരില്ല, അവർ മാക്സിമം അവിടെ തന്നെ നിൽക്കാനാണ് ട്രൈ ചെയ്യുന്നത്. ഓക്കെ, ദാറ്റ് മീൻസ് അടുത്ത തലമുറ, അതായത് ഇപ്പോൾ പോകുന്നതല്ല, അത് കഴിഞ്ഞ് അവരുടെ കുട്ടികളെ വരുമ്പോൾ യാതൊരു തരത്തിലും അവർക്ക് കൺട്രോൾ ചെയ്യാനോ നമ്മുടേതായ ഒരു കൾച്ചർ ലെവലിൽ വളർത്തിയെടുക്കാനോ സാധിക്കുകയില്ല എന്നാണോ അത് അതങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ടല്ലേ? അല്ല, അത് 100% ശരിയാണ്. കാരണം അത് ബേസ് ചെയ്ത് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഓൾറെഡി ഇന്ത്യയിൽ തന്നെ പല സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. അതായത് കുട്ടിയെ അവർ പിടിച്ചോണ്ട് പോകുന്നു, കുട്ടിയെ പിന്നെ 18 വയസ്സ് കഴിഞ്ഞേ കൊടുക്കുകയുള്ളൂ. ഇതൊക്കെ ബേസ് ചെയ്ത് ഇന്ത്യയിൽ തന്നെ എനിക്ക് തോന്നുന്നു 2-3 ഭാഷകളിൽ ഓൾറെഡി സിനിമ ഇറങ്ങി. അപ്പോൾ ഇത് ആളുകളൊക്കെ അറിഞ്ഞു തുടങ്ങിയ കാര്യമാണ്. ഇപ്പം ഞാൻ പേഴ്സണലായിട്ട് പറഞ്ഞ ഒരു 10-30 ഫാമിലിയോട് ഇത് പറയുമ്പോൾ അവർ പറയുന്നത് അതൊന്നും കുഴപ്പമില്ല, ദൈവം കാത്തോളും. നമ്മളൊരു ട്രെയിനിൻ്റെ ഫ്രണ്ടിലോട്ട് ട്രാക്കിലോട്ട് കയറി ട്രെയിൻ വരുന്ന കണ്ടിട്ട് എന്നെ ദൈവം കാത്തോളൂ എന്ന് പറയുന്നതിനകത്ത് പ്രശ്നമുണ്ട്. ദൈവം ചിന്തിക്കാനാണ് ഇത് തന്നേക്കുന്നത്. അപ്പം നമ്മൾ ചിന്തിക്കണം. അപ്പോൾ ഇത്രയും നേരം പറഞ്ഞത് കുട്ടികളാണ് കേൾക്കുന്നതെങ്കിൽ ചിന്തിക്കണം, മാതാപിതാക്കളെ ആപ്പിലാക്കരുത്. മാതാപിതാക്കളാണ് ഇത് കേൾക്കുന്നത് എങ്കിൽ 100% ഈ ഡേറ്റ നിങ്ങൾ പരിശോധിക്കണം. എസ്പെഷ്യലി അൺഎംപ്ലോയ്മെൻറ്റ് ഡേറ്റ. ഇപ്പോൾ ഓസ്ട്രേലിയയിലെ അൺഎംപ്ലോയ്മെൻറ്റ് ഡേറ്റ നോക്കൂ, ബൗൺസ് ചെയ്യാണ്. എന്ന് വെച്ചാൽ അൺഎംപ്ലോയ്മെൻറ്റ് ആണ് കൂടുന്നത്. ജോലി ഇല്ലാതെ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് വരുമാനം പറ്റി ജീവിക്കുന്ന ആളുകളുടെ എണ്ണം കൂടുകയാണ്. എന്ന് വെച്ചാൽ ജോലി പൊക്കോണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇത് ഓസ്ട്രേലിയ മാത്രമല്ല, നമ്മളിപ്പോൾ നോക്കിയ രാജ്യമൊക്കെ ഏതാണ്ട് അതുപോലെയാണ്. അടുത്ത UK താഴെയാ, മുകളിലല്ല. മുകളിലാണെങ്കിൽ അൺഎംപ്ലോയ്മെൻറ്റ് ഹൈ ആണ്. ഓക്കെ, ജോലി എല്ലാവരുടെയും പോയി പണി കിട്ടി, ഇനി ജോലികൾ വന്ന് തുടങ്ങും, ആശ്വാസമുണ്ട്. ഇതങ്ങനല്ല, നേരെ തിരിച്ചാ, ജോലി പോയി തുടങ്ങുന്നതേ ഉള്ളൂ. ഇനി അപ്പോൾ വരാനിരിക്കുന്നത് വളരെ കഷ്ടപ്പാടുള്ളൊരു 3 മുതൽ 5 വർഷം. അത് ഇന്ത്യയിലാണെങ്കിലും അത് തന്നെയാണ്. വ്യത്യാസം എന്താ, ഇവിടെ റേഷൻ അരിയെങ്കിലും വാങ്ങിച്ച് ഭക്ഷണം കഴിക്കാം, അവിടെ അത് നടക്കില്ല.